ഇൻസെക്യൂരിറ്റി. ഈ ഒരു വാക്കിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വേദന വളരെ വലുതാണ്. നമ്മൾ നമ്മളെ തന്നെ വില കുറച്ച് കാണുന്ന അവസ്ഥയാണ് ഇൻസെക്യൂരിറ്റി. ഞാൻ ഓക്കെ ആണോ? എന്നെക്കൊണ്ട് കഴിയുമോ? അവരെക്കാൾ ഞാൻ താഴെയാണോ? ഞാനിത് ചെയ്താൽ അവർ എനിക്ക് എന്ത് വിചാരിക്കും? എന്നിങ്ങനെയുള്ള ചിന്തകളുടെ തുടക്കമാണ് ഇൻസെക്യൂരിറ്റി. ഇൻസെക്യൂരിറ്റി ഉണ്ടാകുന്നത് ചെറുപ്പത്തിലോ വല്ല ട്രോമ, നമ്മുടെ കൂട്ടുകാരെ വെച്ചിട്ടുള്ള കമ്പാരിസൺ, അവർ നന്നായിട്ട് പഠിക്കും, നീ എന്തേ അവരെ അത്രയും പഠിക്കാത്ത, നിനക്ക് എന്തേ അത്രയും മാർക്കില്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളെ വെച്ച് കമ്പാരിസൺ ചെയ്യുന്ന ഓരോ വാക്കുകളിലും നമുക്ക് ഇൻസെക്യൂരിറ്റീസ് തുടങ്ങും. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫോണുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരുടെ ലൈഫ് വെച്ച് നമ്മൾ സ്വയം ഇരുന്ന് കമ്പാരിസൺ ചെയ്യും. നമുക്ക് എന്തേ അങ്ങനെ ആവാൻ പറ്റാത്തത്, എനിക്ക് അത്രയും കഴിവില്ലേ, നമുക്ക് നമ്മളിൽ തന്നെയുള്ളൊരു വിശ്വാസം ഇല്ലാണ്ടായി പോവും ഈ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ വന്നു കഴിഞ്ഞാൽ. പലർക്കും പല രൂപത്തിലാണ് ഇൻസെക്യൂരിറ്റീസ് വന്നത്. ചിലർക്ക് അവരുടെ ശരീരത്തെക്കുറിച്ച്, കളറിനെക്കുറിച്ച്, ഹൈറ്റ്, സ്റ്റാറ്റസ് എല്ലാം ഇൻസെക്യൂരിറ്റീസായി മാറും. ഇതുപോലുള്ള ഇൻസെക്യൂരിറ്റീസ് കൊണ്ട് ഒരുപാട് ദോഷങ്ങൾ വന്നു. നമ്മൾ നമ്മളായിരിക്കാൻ പേടിക്കും, സ്വന്തം അഭിപ്രായങ്ങൾ പറയാൻ പേടി, സ്വന്തം കഴിവുകളിലുള്ള വിശ്വാസമില്ലായ്മ, അങ്ങനെ പല പല അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെ പയ്യെ നമ്മൾ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തും. പക്ഷേ ഒരു സത്യം പറയട്ടെ, ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല. സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഒരു ലൈഫല്ല, അതൊരു ഷോ മാത്രമാണ്. ഇനി ഇൻസെക്യൂരിറ്റി മാറ്റിയെടുക്കാൻ നമുക്ക് ചില ടിപ്സൊക്കെ പരിശീലിക്കാം. 1, ഞാൻ ഇങ്ങനെയാണ് എന്നങ്ങ് അംഗീകരിക്കുക. അതുപോലെ സെൽഫ് ടോക്ക് മാറ്റണം. എന്നെക്കൊണ്ട് പറ്റുമോ, ഇതെന്നെക്കൊണ്ട് കഴിയുമോ, ഞാൻ പോരാ, ബാക്കിയുള്ളവരുടെ അത്രയൊന്നും ഞാൻ പോരാ എന്നൊക്കെയുള്ള നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയുന്ന അത്തരം ചിന്തകളും അത്തരം വാക്കുകളും നമുക്ക് മാറ്റി എന്നെക്കൊണ്ട് പറ്റും, ഇത് എന്നെക്കൊണ്ട് കഴിയും എന്ന് വിചാരിക്കുക. എനിക്കിതിനുള്ള ടാലൻ്റ് ഉണ്ടെന്ന് നമ്മൾ സ്വയം വിശ്വസിക്കുക, അല്ലെങ്കിൽ സ്വയം നമ്മുടെ മനസ്സിനോട് പറയുക. ഒട്ടും പറ്റിയില്ലെങ്കിൽ ഞാൻ ഇത് ഒന്ന് ട്രൈ ചെയ്യാമെന്നെങ്കിൽ നമ്മൾ പറഞ്ഞ് ട്രൈ ചെയ്യാം. അങ്ങനെയും നമ്മുടെ മനസ്സിനോട് പറയാം. പിന്നെ ലാസ്റ്റത്തെ 2 പോയിൻ്റ്, 3, 4 പോയിൻ്റ് ഞാൻ പറയുന്ന 2 പോയിൻ്റ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 1, കമ്പാരിസൺ കുറയ്ക്കുക. അതുപോലെ സെൽഫ് ലവ് ചെയ്യുക. ഇത് രണ്ടും നമ്മൾ മനസ്സിനും ശരീരത്തിനോട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻസെക്യൂരിറ്റി ഫീലൊന്നും മാറ്റിയെടുക്കാൻ കഴിയും. കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജേണി അത് നിങ്ങളുടെ മാത്രമാണ്. മറ്റുള്ളവരുടെ ജേണി അത് വ്യത്യാസം ഉണ്ടാവും. അതായിട്ട് ആ ജേണിയിലോട്ടാവാൻ നമുക്കും നമ്മൾ ശ്രമിക്കേണ്ട. നമ്മുടെ ജേണി ആരും അനുകരിക്കുകയും വേണ്ട. നമ്മുടെ ജേണി അത് നമ്മുടെ മാത്രമാണെന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവുക. പിന്നെ സെൽഫ് ലവ് പഠിക്കുക. നമ്മൾ നമ്മളെ സ്നേഹിച്ചാലാണ് നമ്മളെ കാണുന്ന ആൾക്കാർക്ക് നമ്മളോടൊരു സ്നേഹം ഉണ്ടാവുള്ളൂ. നമുക്ക് നമ്മുടെ വസ്ത്രശൈലി മാറ്റാം, ഇത്തിരി സ്റ്റൈലായിട്ട് നടക്കാം. നമ്മൾ നമ്മളെ സ്നേഹിച്ചങ്ങ് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, ഇഷ്ടമുള്ള രീതിയിൽ നടക്കുക, ഇഷ്ടമുള്ളത് പഠിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ നമ്മളെ തന്നെ അങ്ങ് സ്നേഹിച്ച് വിശ്വസിക്കുക. അപ്പോൾ ഓർക്കണം, നിങ്ങൾ പെർഫെക്റ്റ് ആകണ്ടില്ല, നിങ്ങൾ റിയൽ ആയാൽ മതി. ഇൻസെക്യൂരിറ്റി നിങ്ങളെ നിയന്ത്രിക്കരുത്, നിങ്ങളാണ് നിങ്ങളുടെ മൈൻഡിനെ നിയന്ത്രിക്കേണ്ടത്. അത് മറക്കാതിരിക്കുക. താങ്ക് യു.